ഹലോ ഡിയർ ഫ്രണ്ട്സ്, സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് ചിക്കൻ യക്കിനി പുലാവ്. നോർത്ത് ഇന്ത്യയിലും പാകിസ്ഥാനിലുമൊക്കെ വളരെ പോപ്പുലറായിട്ടുള്ള ഒരു ഡിഷാണ്. എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു മസാല പൊടിച്ചെടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ സാദാ ജീരകം, 1 ടീസ്പൂൺ കുരുമുളക്, ഗ്രാമ്പു, പട്ട, അതുപോലെ തന്നെ ഏലക്കായി, വഴനയില, സ്റ്റാർ അനീസ് ഇതൊക്കെ ചേർത്ത് നമുക്ക് ഒരു മസാല പൊടിച്ചെടുക്കാം. അതിനുശേഷം ഒരു പാത്രം ചൂടാവുമ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ഉള്ളി, മീഡിയം സൈസ് ഉള്ളിയാണ്, അത് നേരിയതായിട്ട് കട്ട് ചെയ്തെടുത്താണ്, അതുകൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലുള്ള ഇറച്ചിച്ചോറ് പോലെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുലാവാണ്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതും ഒന്ന് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടിക്ക് പകരം 2 പച്ചമുളക് അധികം ചേർത്ത് കൊടുത്താലും മതി. ഇവിടെ ഞാൻ 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ലെങ്കിൽ 4 5 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ച മസാല കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് പച്ചമണം മാറുന്നത് വരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 2 തക്കാളി ചെറുതായി അരിഞ്ഞതാണ്, അതുകൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. 1/2 കിലോ ചിക്കൻ വൃത്തിയായി കഴുകിയെടുത്ത് കുറച്ച് ഉപ്പും ചെറുനാരങ്ങ നീരും ചേർത്ത് മാറ്റി വെച്ചതാണ്. അതിട്ട് ഇനി ഇതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ഗ്ലാസ് അരിയും അതുപോലെ തന്നെ 1/2 കിലോ ചിക്കനുമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. അതിനനുസരിച്ചുള്ള മസാലയാണ് ഇവിടെ പൊടിച്ചെടുത്തിരിക്കുന്നത്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്, 1 കപ്പ് വെള്ളം, ഇത് വേവാൻ ആവശ്യമായ വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം വേവാൻ വേണ്ടി വെക്കണം. അടച്ചു വെച്ചൊന്ന് വേവാൻ വെക്കാം. ഇപ്പോൾ ചിക്കനൊക്കെ ഒരു പാതി വേവായിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ചിക്കൻ്റെ സ്റ്റോക്കിൽ നമ്മൾ അരിയിട്ട് കൊടുക്കുമ്പം നല്ല ചോറൊക്കെ നന്നായിട്ട് ഇതിൻ്റെ മസാലയൊക്കെ പിടിച്ച് കഴിക്കുമ്പോൾ നമുക്ക് വളരെ ടേസ്റ്റിയാണ്. ഇതിന് വേണ്ടിയിട്ട് 2 കപ്പ് ബസ്മതി റൈസാണ്. ഇത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ച് കുതിർത്ത് എടുത്തതാണ്, വെള്ളമൊക്കെ കളഞ്ഞെടുത്തതാണ്. അത് നമുക്ക് ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചിക്കൻ വേണമെങ്കിൽ കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അതിനുശേഷം അരി ചേർത്ത് കൊടുത്ത് വേവിച്ചെടുത്താലും മതി. ഇവിടെ ഞാൻ നേരിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. കുക്കറിലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ഇത് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് നമുക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇവിടെ 2 ഗ്ലാസ് അരിക്ക് ഞാനിവിടെ 3.5 ഗ്ലാസ് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതായത് 1/2 ഗ്ലാസ് വെള്ളം ചിക്കൻ്റെ സ്റ്റോക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതുകൂടി കൂട്ടിയിട്ട് 4 ഗ്ലാസ് വെള്ളമാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ലോ ഫ്ലെയിമിലിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് നേരം, കുറച്ച് നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. ചോറെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ലൈറ്റായിട്ടൊന്ന് ദം ചെയ്തെടുക്കണം. കുറച്ചുകൂടി
മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് നെയ്യും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് നമുക്കിതുപോലെ അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ യക്കിനി പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.